മലപ്പുറത്ത് സംഘർഷത്തിന് ഇപ്പോഴും അല്പം അയവ് വരാനുണ്ട് എന്നാണ് മനസ്സിലാകേണ്ടത്. അവിടെ ഇപ്പോഴും പോലീസുമായി ഏറ്റുമുട്ടലുണ്ട്. ശരിക്കും അവിടെ കൊട്ടിക്കലാശമല്ല നടക്കുന്നത്, അടിതടയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. മൂന്ന് മുന്നണികൾ തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സംഘർഷം നടക്കുന്നു. പോലീസ് തടയാൻ ശ്രമിക്കുന്നു. കുട്ടിക്കലാശത്തിന് ആവേശത്തിനപ്പുറം സംഘർഷഭരിതമായി കാര്യങ്ങൾ മലപ്പുറത്ത് നടക്കുന്നു എന്നുള്ളതാണ്. പോലീസിന് നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ടോ സാഹചര്യം എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. അനുമോദ്, ഇതുവരെയും കാര്യങ്ങൾ നിയന്ത്രണത്തിലാക്കാൻ പോലീസിനായിട്ടില്ലേ? രഞ്ജിത്ത്, കാര്യങ്ങൾ പോലീസും ഇടതുപക്ഷ പ്രവർത്തകരും തമ്മിൽ ചെറിയ വാക്കേറ്റമുണ്ടായതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇടതുപക്ഷ പ്രവർത്തകരും അതുപോലെ തന്നെ UDF-ന്റെ പ്രവർത്തകരും ആവേശത്തോടെയാണ് കൊട്ടിക്കലാശത്തിൽ പങ്കെടുക്കുന്നത്. പരസ്പരം വെല്ലുവിളിച്ചുകൊണ്ട് പൊടി വീശുന്നു, വെല്ലുവിളി നടത്തുന്നു, ആക്രോശിക്കുന്നു. ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി വി വസീഫ് ഇവിടെ പ്രവർത്തകരെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്, നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുണ്ട്. SFIയുടെ അധ്യക്ഷൻ PM ആർക്കോയും വസീഫിന്റെ കൂടെയുണ്ട്. പ്രവർത്തകരെ നിയന്ത്രിക്കാൻ നേതാക്കൾ പരമാവധി സംയമനം പാലിക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നു. പക്ഷേ ഇടയ്ക്ക് UDF പ്രവർത്തകരും LDF പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റമുണ്ടാകുന്നു. പോലീസ് ഇടപെടുന്നു, പോലീസ് അവരെ തള്ളിമാറ്റുന്നു. അത്തരത്തിലുള്ള കാഴ്ചകളാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും ഒരു സംഘർഷത്തിലേക്ക് എത്താമെന്ന സാഹചര്യമുണ്ട്. പക്ഷേ നേതാക്കൾ സംയമനപൂർവ്വം തന്നെ പ്രശ്നത്തിൽ ഇടപെടുന്നുണ്ട്. അതുപോലെ പോലീസും ഇരു പാർട്ടികളുടെ ഇരു മുന്നണികളിലെ പ്രവർത്തകർക്കിടയിൽ ഒരു മതിൽ പോലെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ പോകുന്നില്ല. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി വസീഫ് ഇവിടെ കൊട്ടിക്കലാശത്തിൽ ആവേശപൂർവ്വം പങ്കെടുക്കുന്നുണ്ട്. കൊട്ടിക്കലാശത്തിൽ പ്രവർത്തകരെ നിയന്ത്രിക്കുന്നു, അവർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ മുദ്രാവാക്യം പിടിക്കുന്നുണ്ട്. മറുവശത്ത് UDF-ന്റെ, മുസ്ലിം ലീഗിന്റെ, യൂത്ത് ലീഗിന്റെ പ്രവർത്തകരാണ് ആവേശത്തോടെ മുദ്രാവാക്യം വിളിച്ച് ഈ ഒരു കൊട്ടിക്കലാശത്തെ ആഘോഷമാക്കുന്നത്. ഒപ്പം തന്നെ NDA-യുടെ പ്രവർത്തകരും മലപ്പുറം ടൗണിൽ മറുവശത്തുണ്ട്. മൂന്ന് മുന്നണികളും ഇനിയുള്ള 3/4 മണിക്കൂർ സമയം വലിയ ബഹളമാണ് അവിടെ നടക്കുന്നത്. അനുമോദ് പറഞ്ഞു വരുന്നത് ഇടത് പ്രവർത്തകരുമായി പോലീസ് ചെറിയൊരു വാക്ക് തർക്കമുണ്ടായി. അതിന്റെ ചില സാഹചര്യങ്ങൾ ഇടത് സ്ഥാനാർത്ഥി വസീഫ് പ്രവർത്തകരെ അനുനയിപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തിയ ഒരു സാഹചര്യം, നേരത്തെ ഉണ്ടായ സംഘർഷ സ്ഥിതിയിൽ നിന്നൊക്കെ അതൊരു പരിഹാരം കണ്ടെത്തി സമവായത്തിലെത്തിയൊക്കെയാണ് വീണ്ടും അവസാന മിനിറ്റുകളിലും ചെറിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുമ്പോഴും കൊട്ടിക്കലാശത്തിന് കുറവൊന്നുമില്ല. ആവേശകരമായി കൊട്ടിക്കലാശം പുരോഗമിക്കുക തന്നെയാണ് മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള. രാജശേഖർ ഇപ്പോൾ ക്രെയിനിലെ കയറി നേരത്തെ വി രാജേഷും രാജീവ് ചന്ദ്രശേഖറിനൊപ്പം അതിലുണ്ട്, ക്രെയിനിലുണ്ട് എന്നാണ് മനസ്സിലാകുന്ന ദൃശ്യങ്ങളിൽ കാണാം. പ്രേക്ഷകരെ ഏറ്റവും ഉയരത്തിൽ നിന്ന് കാണുകയും അസ്വാദ്യം ചെയ്യുകയും ചെയ്യുന്ന ദൃശ്യങ്ങളാണ്. വലിയ ആവേശത്തിലാണ് തിരുവനന്തപുരം സ്ഥാനാർത്ഥി. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് തിരിച്ചു വരാൻ ഇടവേളയ്ക്ക് ശേഷം. സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. പോലീസും പ്രവർത്തകരും തമ്മിൽ വീണ്ടും പോലീസിന് പ്രവർത്തകരെ മാറ്റേണ്ട അവസ്ഥ. നേരത്തെ അനുമോദ് പറഞ്ഞത് ഇടത് പ്രവർത്തകരുമായി പോലീസ് ചെറിയൊരു വാക്ക് തർക്കത്തിലേക്കുള്ള കാര്യങ്ങൾ നീങ്ങുകയായിരുന്നു. നേരിട്ട് സ്ഥാനാർത്ഥി തന്നെ പ്രവർത്തകരെ അനുനയിപ്പിക്കാനുള്ള ഒരു നീക്കം നടത്തിയിരുന്നു. പക്ഷെ അത് ഫലവത്തായില്ല എന്ന് വേണം. വീണ്ടും ഒരു തല്ലിലേക്ക് കാര്യങ്ങൾ പോകുന്ന രീതിയിലേക്ക് പോലീസിന് പിടിച്ചു മാറ്റാൻ കഴിയുന്നില്ല. ഈ ദൃശ്യം തന്നെയാണ് ഒരു അരമണിക്കൂർ മുമ്പ് കണ്ടുകൊണ്ടിരുന്നത്. ഇതേപോലെയുള്ള അവസ്ഥകൾ തന്നെ. അനുമോദ് കേൾക്കാമോ? അനുമോദ്, എന്താണ് സംഭവിക്കുന്നത്? രഞ്ജിത്ത്, അപർണ മലപ്പുറത്ത് സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്ന ആശങ്കയിൽ നിന്ന് പോലീസ് വലിയ ഒരു സംഘം തന്നെ പ്രവർത്തകർക്കിടയിലേക്ക്, അതായത് LDF-ന്റെയും UDF-ന്റെയും മുന്നണികളിലും വലിയ മതിൽ തീർത്തിരിക്കുകയാണ്. ഇരുമുന്നണി പ്രവർത്തകരെ വേർതിരിക്കുകയാണ്. മറുവശത്ത് LDF പ്രവർത്തകർ, LDF സ്ഥാനാർത്ഥി വി വസീഫിന്റെ നേതൃത്വത്തിൽ മുദ്രാവാക്യം പിടിക്കുന്നു. PM കൂടെയുണ്ട്. വലിയ ആവേശത്തോടെ ആ പ്രവർത്തകരെ സംഘർഷത്തിലെ സംയമനത്തോടെ പിന്തിരിപ്പിക്കാൻ മറുവശത്ത് പോലീസ് അവരെ തടയാൻ ശ്രമിക്കുന്നു. യൂത്ത് ലീഗ് പ്രവർത്തകർ അവകാശപൂർവ്വം വസീഫിന്റെ വാഹനത്തിൽ തൊട്ടരികിൽ നിന്നാണ് കൊടി വീശി ആവേശം പ്രകടിപ്പിക്കുന്നത്. മുദ്രാവാക്യം വിളിക്കുകയാണ്. ഇപ്പോൾ LDF പ്രവർത്തകർ ഒന്നാകെ ഇൻകുലാബ് സിന്ദാബാദ് വിളിച്ച ഈ LDF-ന്റെ കൊട്ടിക്കലാശത്തെ ആവേശഭരിതമാക്കുന്ന ദൃശ്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പോലീസിന്റെ സംയോജിത ഇടപെടൽ,
കൊട്ടിക്കലാശത്തിന്റെ ആവേശം ഇടതുപക്ഷ പ്രവർത്തകരെ ആവേശത്തിന്റെ കൊടുമുടിയിലേറ്റിക്കൊണ്ട് വസീഫിന്റെ നേതൃത്വത്തിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പ്രവർത്തകരെ എല്ലാം തന്നെ ആവേശഭരിത നടക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നു. മലപ്പുറം കണ്ടതിൽ വെച്ച് ഏറ്റവും ആവേശഭരിതമായ കൊട്ടിക്കലാശം പെരുന്നാളാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. നാടകീയ സംഭവങ്ങൾ ഒരുപാടുണ്ടായി. പോലീസിന്റെ നിർദ്ദേശങ്ങൾ മറികടന്നുകൊണ്ട് എല്ലാ പാർട്ടി പ്രവർത്തകരും മലപ്പുറം നഗരത്തിന്റെ ഹൃദയത്തിലേക്ക് എത്തി. മലപ്പുറം നഗരത്തിന്റെ ഹൃദയത്തിൽ സംഘർഷമുണ്ടായി. പോലീസ് ആ പ്രവർത്തകരെ പിടിച്ചു മാറ്റി. തുടർന്ന് മനോരമ സർക്കിളിൽ പ്രവർത്തകർ കയറി. ഇതിന് പിന്നാലെ മറ്റു പാർട്ടി പ്രവർത്തകർ കയറി. ആദ്യം UDF-ന്റെ പ്രവർത്തകരായിരുന്നു, പിന്നാലെ LDF പ്രവർത്തകർ കയറി. അവരെ പോലീസ് തന്നെ സർക്കിളിന് മുകളിൽ കയറി അവരെ ബലമായി പിടിച്ചിറക്കി. ആ സർക്കിളിന് മുകളിൽ കയറാൻ കഴിയാത്ത BJP പ്രവർത്തകർ താഴെ നിന്ന് പ്രതിഷേധിച്ചു. പോലീസ് എല്ലാവരെയും സംയമനത്തോടെ മാറ്റി. ഇപ്പോൾ വീണ്ടും മലപ്പുറം സാഹചര്യം ഇപ്പോഴും അവിടെ സംഘർഷം തുടരുന്നു. പാർട്ടി പ്രവർത്തകർ CPM ലീഗ് പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ട്. പോലീസിന്റെ ശക്തമായ ഇടപെടലുണ്ട്. ദൃശ്യങ്ങളിൽ കാണുന്നത് വയനാട്ടിലെ NDA സ്ഥാനാർത്ഥി K. സുരേന്ദ്രനും ഉയരങ്ങളിലേക്ക് പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളൊക്കെ ഏറ്റവും ഉയരങ്ങളിൽ നിന്ന് തങ്ങളുടെ അണികളെ അഭിസംബോധന ചെയ്ത ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്.